നമസ്കാരം. മറുനാടൻ ഷാജിൻ്റെ വിഷയങ്ങളാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു മനുഷ്യനെ നടുറോട്ടിൽ പച്ചയ്ക്ക് ഈ സാധാരണ പട്ടികൾ വലിച്ച് തിന്നുന്ന പോലെ കൊത്തി തിന്നാൻ വേണ്ടി ഇട്ടുകൊടുത്ത ഒരു സമൂഹം. ഇനി ആ സമൂഹം പറയാം, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ പുഴുക്കുത്തുകൾ പറയാം. സമൂഹം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, സമൂഹത്തിലെ പുഴുക്കുത്തുകൾ പറയാം. ഇനിയും ആ നാട്ടിൽ കാല് കുത്തിയാൽ കടിച്ചു കീറുന്നു. പേപ്പട്ടിയേക്കാൾ എന്താണ് ചില സമയത്തെ പട്ടികൾക്ക് ഇതിലും നാണമുണ്ട്, ഇതിലും വർഗസ്നേഹമുണ്ട്. പട്ടികൾക്ക് നാണമുണ്ടോ? മലയാളി എന്ന് പറയാൻ വേണ്ടി നമുക്ക് ലജ്ജ തോന്നുക. നമുക്കല്ല, എനിക്ക് ലജ്ജ തോന്നുക. നമ്മൾ മലയാളികളെ കുറിച്ച് നമ്മൾ കുറേ വിശേഷണങ്ങളൊക്കെ പറയും, അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വരച്ച വരയെ പോലെ ആയിപ്പോയി. ആലോചിച്ച് നോക്കണം, നമ്മളിത്ര വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ച് കീറായിട്ട് കൊടുത്തു. അയാൾ എന്താണ് തെറ്റ് ചെയ്തത്? അയാളൊരു ജേർണലിസ്റ്റാണ്. അപ്പം അയാൾ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനിക്കുമ്പോൾ പാർട്ടിയോ മതമോ ഇതൊന്നും നോക്കില്ല, വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അദ്ദേഹം ഒരുപാട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ഒരുപാട് പുഴുക്കുത്തുകൾക്കെതിരെയാണ് വീഡിയോ ചെയ്തേക്കുന്നത്. ഒത്തിരി പേരുടെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമ്മൾ വിചാരിക്കും മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇപ്പോൾ എടുത്തു നോക്കി, ഇപ്പോൾ ടി വിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്ന കാട്ടായം. അവർ ചർച്ച ചെയ്യുന്നത് എന്താണ്? പെണ്ണ് കേസ് മാത്രമാണ്. പച്ചയ്ക്ക് പറയാലോ, കുടുംബമായിട്ട് ആർക്കെങ്കിലും ടി വിയുടെ മുമ്പിലിരുന്ന് കാണാൻ പറ്റാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് ഇപ്പോൾ ടി വി നടക്കുന്നത്. നിങ്ങൾ ദിവസവും കാണുന്നല്ലേ അന്തിച്ചർച്ച മുഴുവൻ പെണ്ണുപിടിയും പെണ്ണ് കേസും ഇല്ലാത്ത ശബ്ദരേഖയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആണ് കംപ്ലീറ്റ് വിവാദങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയുണ്ട്, അവരും ഇതുപോലെ ആകാതിരിക്കട്ടെ. എന്തു തന്നെ ആയിരിക്കട്ടെ, നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരാളെ കുറിച്ച് പരാതിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോടതിയിലുണ്ട്, പോലീസിലുണ്ട്. പോലീസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആത്യന്തികമായി നീതിയിലാണ് വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്വയം നീതിമാനാ, അല്ലെങ്കിൽ നീതി നടത്തുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നത് ആരുടെ കൈകൊണ്ട്? ചില രാഷ്ട്രീയക്കാരുടെ കൈയൊക്കെ കൊണ്ടും ചില ഗുണ്ടാ വിളയാട്ടം നടത്തുന്നവരുടെ മനോഭാവം കൊണ്ടാണ്. ഇപ്പോൾ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ തല്ലിയ ആ മഹാനായ വ്യക്തി, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വേണമെങ്കിൽ അവനെ വിളിക്കാം. ആ ചെറ്റയുടെ ഭാര്യ അവൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതാണ്. ആ കേസ് ഇവൻ്റെ പാർട്ടിക്കാരും എല്ലാവരും കൂടി ഒതുക്കി തീർത്തു. അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും, അവനെ കസ്റ്റഡിയിലെടുക്കാൻ പോലും ഒരാളും ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ മറുനാടൻ ടി വിയിലെ വാർത്തകളിൽ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിയവർ ആ ചേട്ട, അങ്ങനെ തന്നെ പറയും. അങ്ങനെ ഒരു കൂട്ടം ചെന്നായ്ക്കള് ഈ ഷാജൻ സ്കറിയെ കടിച്ചു കീറി. നിങ്ങൾ മനസ്സിലാക്കുന്നത്, നാളെ നിങ്ങളുടെ സഹോദരങ്ങളോ അമ്മയോ പെങ്ങന്മാരോ അല്ലെങ്കിൽ അച്ഛനോ ആങ്ങളമാരോ നിങ്ങൾ തന്നെ ഈ നടു റോട്ടിലിട്ട് കൈകാര്യം ചെയ്യുന്ന ഇതുപോലൊരു കൂട്ടം വന്ന് കൈകാര്യം ചെയ്യും. ഒരു മനുഷ്യനും ചോദിക്കാൻ പറ്റില്ല. ഇവരെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിലേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളുള്ളൂ. നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? യഥാർത്ഥത്തിൽ ഇതുപോലത്തെ അടിച്ചമർത്തതിനെയും അല്ലെങ്കിൽ കയ്യൂക്കുണ്ട്. ഈ കയ്യൂക്കൊന്നും മക്കളെ ഒരു കാലത്തും നിലനിൽക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ അവന് അവസരം കിട്ടുന്നതിലൂടെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നുള്ള ചിന്ത നമ്മൾ ചിന്തിക്കണം. ഞാൻ വലിയ കാട് കയറി ചിന്തിക്കുന്നോ പറയുന്നുമില്ല. ഷാജൻ ജോസഫ് എന്ന് പറയുന്നത് നമ്മളിൽ ഒരുവരാണ്. അവനെ പട്ടിയെപ്പോലെ കടിച്ചു കീറി. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പോലും ഇന്നത്തെ BNS എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത, നമ്മുടെ നിയമങ്ങളൊക്കെ മാറിയ കാര്യം പലർക്കും അറിയത്തിലുണ്ടായിരിക്കില്ല. നിയമത്തിലെ വകുപ്പുകളും മാറി. ഒരാളുടെ കൊല്ലണമെന്ന് ചിന്തയോടുകൂടി ഇതിപ്പോൾ വ്യക്തമായ എവിഡൻസ് ഉണ്ട്, വീഡിയോ എവിഡൻസ് ഉണ്ട്. കോടതികൾക്ക് വേണമെങ്കിൽ ശിക്ഷിക്കുക. ഇനിയിപ്പോൾ ഒരു സാക്ഷിമൊഴികളുടെ ആവശ്യമില്ല. കാരണം ഇത്രയും വൈറലായിട്ട് അദ്ദേഹത്തെ തല്ലുന്ന വീഡിയോ ഉണ്ട്. അത് തന്നെ വലിയൊരു ഗുണം ചെയ്തു. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 വർഷം 12 വർഷം കഠിന തടവാണ് ഇതിനൊക്കെ ശിക്ഷയുള്ളത്. ഇപ്പോഴത്തെ ശിക്ഷ വളരെ വലുതാണ്. കാരണം സാക്ഷികളില്ലാന്ന് കൂറുമാറാനൊന്നും പറ്റുന്ന കാര്യമല്ല. കാരണം വ്യക്തമായ എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ് എല്ലാ ചാനലുകളിലൂടെയും പോകുന്നതുകൊണ്ട് അടിച്ചവനും കൂടെ നിന്നവനും എത്ര പേരുണ്ടെങ്കിലും അവരിനി അഴിയണിട്ട് എന്നല്ലേ പഠിക്കുള്ളൂ. ഇനി മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.